കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി കഴിഞ്ഞു. എം.കെ. രാഘവൻ MP മൃതദേഹം വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ആരോപിച്ചു. എം.കെ. രാഘവന്റെ നിർദ്ദേശപ്രകാരമാണ് കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് വിസമ്മതിക്കുന്നതെന്നും P. മോഹനൻ കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാന സർക്കാർ കർഷകരെ മൃഗങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചെറിയുകയാണെന്ന് ആശുപത്രിയിലെത്തിയ BJP സ്ഥാനാർത്ഥി MT രമേശ് ആരോപിച്ചു. എളമരം കരീം MPയും ആശുപത്രി സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം മൂന്ന് മുന്നണികളും കൊഴുപ്പിക്കുന്നതിനിടയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണവും കർഷകന്റെ മരണവും സംഭവിക്കുന്നത്. മരിച്ച അബ്രഹാമിന്റെ കുടുംബത്തിനും കർഷക സംഘടനകൾക്കുമൊപ്പം ജില്ലാ കലക്ടറുമായി ചർച്ച നടത്താൻ മുൻകൈയെടുത്തത് M.K. രാഘവൻ MP. ചർച്ച പരാജയപ്പെട്ടതോടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും മുടങ്ങി. ഇതിലൊരു കുറ്റകരമായ അനാസ്ഥ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുണ്ടായിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട് പോലും ടീമിന് അയക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഒരു ആക്രമണം മൂലം ഒരാൾ മരിക്കുകയും ചെയ്തു, കർഷകൻ മരിക്കുകയും ചെയ്തു. മൃതദേഹം വെച്ച് M.K. രാഘവൻ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മരിച്ച അബ്രഹാമിന്റെ കുടുംബം കോൺഗ്രസ് അനുഭാവികളാണെന്നും CPM ആരോപിച്ചു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയമാണെന്നും ജില്ലാ സെക്രട്ടറി P. മോഹനൻ കുറ്റപ്പെടുത്തി. ഉടനെ ചാടിക്കയറിയിട്ട് 50 ലക്ഷം മറ്റും പറയാൻ എളുപ്പമാണ്. അതാണ് രാഷ്ട്രീയം. മൃതദേഹം എന്താണ് ഒരു ഉത്തരവാദപ്പെട്ട പാർലമെന്റ് അംഗം കാണിക്കേണ്ടത്? മാന്യമായി ആദരവോടുകൂടി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ നീക്കുന്നതിന് പകരം അതിന് തടസ്സപ്പെടുത്തി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. മൃതദേഹം കാണാൻ ആശുപത്രിയിലെത്തിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീം വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റ് ഈ പരിസ്ഥിതി വാദികളുടെയൊക്കെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ വന നിയമത്തിൽ ഒരു ഭേദഗതി ഇപ്പോൾ വേണ്ട എന്ന നിലപാടാണ്. വനം വകുപ്പ് മന്ത്രി, വനം വന്യജീവി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് സന്ദർശിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് അപ്പോൾ സംസാരിച്ചപ്പോൾ അതാണ് ശരി. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിനും വനം വകുപ്പിനും കൈ കഴുകാനാകില്ലെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശും തിരിച്ചടിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെയും വനവകുപ്പിൻ്റെയും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഉണ്ടാവണമെന്ന് കേന്ദ്ര വനം മന്ത്രാലയം, പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിരുന്നു. വന്യജീവി ആക്രമണത്തിൽ സഭയും വിശ്വാസികളും ഇടഞ്ഞു നിൽക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകും. റിപ്പോർട്ടർ, കോഴിക്കോട്.